സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗം. PV അൻവറിന്റെ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്നുവെന്ന് മുഖ്യമന്ത്രി. അൻവറിന്റെ ഉദ്ദേശം വ്യക്തം. സർക്കാരിനെയും LDFനെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താനാണ് ശ്രമം. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഓരോന്നിനും വ്യക്തമായ മറുപടി. പിന്നീട് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല. അന്വേഷണം മുന്നോട്ട് തന്നെയെന്നും മുഖ്യമന്ത്രി. PV അൻവറിന്റെ പ്രസ്താവനകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM. അൻവറിന്റേത് ഇടതു നിലപാടല്ലെന്ന് നേതാക്കൾ. അൻവർ ഇടതുപക്ഷ നിലപാടിൽ നിന്നും മാറുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അൻവറിന്റേത് ബോധപൂർവമായുള്ള ഗൂഢാലോചനയുടെ ഭാഗമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. CPIMന് കാര്യങ്ങളിൽ വ്യക്തതയുണ്ടെന്നും മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ആക്രമിക്കാമെന്ന ധാരണ വേണ്ടെന്നും AK ബാലൻ. PV അൻവറിന്റെ നിലപാടുകൾ അംഗീകരിക്കാനാവില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഏതോ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് അൻവറിന്റെ കടന്നാക്രമണമെന്നും TP രാമകൃഷ്ണൻ. PV അൻവറിന്റെ ആരോപണം സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറി പ്രതികരിച്ചിട്ടുണ്ടെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. അദ്ദേഹം തന്നെ കൂടുതൽ വിശദീകരിക്കുമെന്നും മുഹമ്മദ് റിയാസ്. അൻവറിന്റേത് പാർട്ടിയെ അസ്ഥിരപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമെന്ന് മന്ത്രി P രാജീവ്. വർഗീയ ശക്തികൾക്ക് സഹായകമാകുന്ന പ്രചാരണ വേലയാണ് അൻവറിന്റേത്. ആരോപണം നിഷ്പക്ഷമായി അന്വേഷിക്കുമെന്നും മന്ത്രി. അൻവർ രാഷ്ട്രീയ ശത്രുക്കളുടെ കയ്യിലെ ചട്ടുകമായി മാറിയെന്ന് മന്ത്രി VN വാസവൻ. ഇടതുപക്ഷ മുന്നണിയെ തകർക്കാൻ ശ്രമിക്കുന്നത് പാഴ്വേലയാണ്. മുഖ്യമന്ത്രിയെ കരിതേച്ചു കാണിക്കാൻ വ്യാമോഹിക്കേണ്ടെന്നും മന്ത്രി. PV അൻവർ വിഷയത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അതിൽ അവ്യക്തതയില്ലെന്നും മന്ത്രി. PV അൻവർ മര്യാദകൾ പാലിച്ചില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. കൃത്യമായ അന്വേഷണത്തിൽ മാത്രമേ നടപടിയെടുക്കാൻ കഴിയൂ. പൂരവുമായി ബന്ധപ്പെട്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും മന്ത്രി. വെല്ലുവിളികളെ അതിജീവിച്ചു വന്ന പാർട്ടിയാണ് CPIM എന്ന് P ജയരാജൻ. അൻവറിന്റെ ശ്രമം വലതുപക്ഷ മാധ്യമങ്ങളുടെ കയ്യടി നേടുക. മുഹമ്മദ് റിയാസിനെ കുറിച്ച് പറഞ്ഞത് വിഷലിപ്തമായ കാര്യമെന്നും P ജയരാജൻ. അൻവറിന്റെ ആരോപണങ്ങൾ തള്ളി TK ഹംസ. ഒരു വർഗീയ കലാപം പോലും പിണറായിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല. അൻവർ ഇന്നുവരെ പാർട്ടിയിൽ ചേരാൻ തയ്യാറായിട്ടില്ലെന്നും ഹംസ. അൻവർ പ്രവർത്തിക്കുന്നത് സ്വന്തം താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിലെന്നും ഹംസ. അൻവറിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കാരാട്ട് റസാഖ്. അൻവർ പരാതി ഉന്നയിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതാണ്. അത് മുഖവിലക്കെടുക്കാതെ വീണ്ടും മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ആക്രമിക്കുകയാണ് അൻവർ എന്നും കാരാട്ട് റസാഖ്. PV അൻവർ വലതുപക്ഷത്തിന്റെ കൈക്കോടാലി എന്ന് DYFI. ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയം സ്വാർത്ഥ ലാഭങ്ങൾക്കായി തുരങ്കം വയ്ക്കാൻ അനുവദിക്കില്ലെന്നും DYFI. PV അൻവറിന്റെ ആരോപണങ്ങളിൽ പ്രതികരിച്ച് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ. PV അൻവർ പാർട്ടി ശത്രുക്കളുടെ കളിപ്പാവയായി മാറിയെന്ന് KK ജയചന്ദ്രൻ.
പി.വി. അൻവറിന്റെ ആരോപണങ്ങൾ വിചിത്രവും അവിശ്വസനീയവുമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്. ഇടതുപക്ഷം വിടാൻ അൻവർ കാരണങ്ങൾ ഉണ്ടാക്കുകയാണെന്നും എം സ്വരാജ്. പി.വി. അൻവർ പരിശുദ്ധനാണെന്ന വിശ്വാസം തനിക്കില്ലെന്ന് ഷിബു ബേബി ജോൺ. CPIM-നെയും UDF-നെയും ആക്രമിച്ച അൻവർ BJP-ക്കെതിരെ ഒന്നും പറഞ്ഞില്ലെന്നും ഷിബു ബേബി ജോൺ. സ്വർണ്ണക്കടത്തിൽ പി.വി. അൻവർ ഉന്നയിച്ച ആരോപണം വസ്തുതാവിരുദ്ധമെന്ന് രേഖകൾ. 900 ഗ്രാം സ്വർണത്തിൽ 500 ഗ്രാമിലേറെ പോലീസ് മുക്കിയെന്നത് പച്ചക്കള്ളം. കരിപ്പൂർ സ്റ്റേഷനിലെ കേസിൽ 570 ഗ്രാം സ്വർണമെന്നും കൊണ്ടോട്ടി സ്റ്റേഷനിലെ കേസിൽ 350 ഗ്രാം എന്നും രേഖകൾ. വീഡിയോയിലെ ആരോപണങ്ങൾ പൊളിയുന്നു. ADGP MR അജിത് കുമാറിന്റെ മൊഴിയെടുത്തത് ADGP-ക്കെതിരായി ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ 1.5 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ് DGP-യുടെ നേതൃത്വത്തിൽ പോലീസ് ആസ്ഥാനത്ത് വെച്ചു. തൃശൂരിലെ ATM കവർച്ചാ സംഘത്തിലെ ഒരാൾ തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഒരു പോലീസുകാരന് കുത്തേറ്റു. ഹരിയാന സ്വദേശികളായ 5 അംഗ സംഘം പിടിയിൽ. ശിരൂരിൽ കണ്ടെത്തിയ മൃതദേഹം അർജുന്റേത് തന്നെ. DNA ഫലം പോസിറ്റീവ്. മൃതദേഹവുമായി ആംബുലൻസ് പുറപ്പെട്ടു. പുലർച്ചെ കോഴിക്കോട്. സംസ്ഥാനത്ത് വീണ്ടും ഒരാൾക്ക് കൂടി എംപോക്സ് രോഗം. വിദേശത്ത് നിന്നെത്തിയ എറണാകുളം സ്വദേശിയായ യുവാവിന് ആരോഗ്യനില തൃപ്തികരമെന്ന് മന്ത്രി വീണ ജോർജ്. ഒളിവിൽ പോയ സിദ്ദിഖിനായി അന്വേഷണം വ്യാപകം. മാധ്യമങ്ങളിലടക്കം ലുക്കൌട്ട് നോട്ടീസ് പ്രദർശിപ്പിച്ച് പോലീസ്. 5 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണ സംഘത്തിന്റെ തെരച്ചിൽ. പുനർജനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് വിധവകൾ ഉൾപ്പെടെയുള്ളവരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കബളിപ്പിച്ചതായി ആരോപണം. വീട് വയ്ക്കാൻ ലഭിച്ച ഭൂമി പുനർജനി ട്രസ്റ്റിന്റെ പേരിൽ എഴുതി വാങ്ങി വർഷങ്ങളായിട്ടും വീട് നിർമ്മിച്ചു നൽകിയില്ല. സതീശന്റെ ഓഫീസിൽ പലതവണ കയറിയിറങ്ങിയിട്ടും നടപടിയുണ്ടായില്ലെന്നും പരാതിക്കാം. CPIM പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ദില്ലിയിൽ. ഇന്നും നാളെയും പോളിറ്റ് ബ്യൂറോ യോഗവും 29, 30 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റി യോഗവും ചേരും. പാർട്ടി കോൺഗ്രസിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യും. മുംബൈയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ 4 മരണം. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതോടെ റോഡ്, റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മുംബൈ മുങ്ങിയതിന് കാരണം നഗരസഭയുടെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണെന്ന് ആദിത്യ താക്കറെ. തിരുവനന്തപുരം സ്റ്റാച്യുവിൽ തീപിടുത്തമുണ്ടായത് BSNL ഓഫീസിന്റെ ക്വാർട്ടേഴ്സിൽ. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കിടപ്പ് രോഗികൾക്ക് കൈത്താങ്ങായി ഗവൺമെന്റ് HSS കിളിമാനൂരിലെ NSS യൂണിറ്റ്. കേശവപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ കിടപ്പ് രോഗികൾക്ക് വീൽചെയറും എയർബെഡും കൈമാറി ഫുഡ് ഫെസ്റ്റ് നടത്തി സമാഹരിച്ച തുക കൊണ്ടാണ് ഇത് സാധ്യമാക്കിയത്. വയനാടിന് കൈത്താങ്ങായി CMM HS ഫസ്റ്റ് ബാച്ച്. നമുക്കും കൈകോർക്കാമെന്ന പദ്ധതിയിലൂടെ സഹപാഠികളിൽ നിന്ന് സമാഹരിച്ച തുക കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന് കൈമാറി. മംഗലാപുരത്ത് യുവാവിനെ കൊലപ്പെടുത്തി ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ചോമ്പാല ഹാർബറിൽ നിന്നും അറസ്റ്റ് ചെയ്ത് പോലീസ്. തോടാബഗാൽ സ്വദേശി ധർമ്മപാൽ സുവർണനാണ് അറസ്റ്റിലായത്.
ട്രെയിൻ മാർഗം കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതിയുടെ കൂട്ടുപ്രതിയെ അറസ്റ്റ് ചെയ്ത് പോലീസ്. കട്ടപ്പന സ്വദേശി അഭിലാഷ് രാഘവനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രവാസി സംഘം പരിപാടിയിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന പ്രതിനിധി കുഴഞ്ഞു വീണ് മരിച്ചു. കിഴക്കേക്കര വീട്ടിൽ ത്വാഹയാണ് മരിച്ചത്. തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഉഴവൂർ ബ്ലോക്ക് തല MERCയുടെയും വെളിയന്നൂർ ബഡ് സ്കൂളിന്റെ ഇതൽ നോട്ട്ബുക്ക് യൂണിറ്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി MB രാജേഷ്. ചടങ്ങിൽ മോൻസ് ജോസഫ് MLA അധ്യക്ഷനായി. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഹെറോയിനുമായി അന്യസംസ്ഥാന സ്വദേശിയെ അറസ്റ്റ് ചെയ്ത് പോലീസ്. വെസ്റ്റ് ബംഗാൾ സ്വദേശി നജറുൽ ഇസ്ലാമാണ് അറസ്റ്റിലായത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവാവ് അറസ്റ്റിൽ. ശ്രീകൃഷ്ണപുരം ആലിക്കൽ വീട്ടിൽ മുഹമ്മദ് അസ്ലമാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഒൻപതാമത് കൊച്ചി സ്പേസ് കോസ്റ്റ് മാരത്തൺ ഒക്ടോബർ 27-ന് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാരത്തോൺ ജേഴ്സിയും മെഡലും കൊച്ചി കോർപ്പറേഷൻ മേയർ M അനിൽകുമാർ പ്രകാശനം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വവുമായി ബന്ധപ്പെട്ട പരാതിയിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നടപടികളുടെ വിശദാംശം തേടി അലഹബാദ് ഹൈക്കോടതി. S വിഘ്നേഷ് ശിശിർ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ബീഹാറിൽ ഉത്സവാഘോഷ ചടങ്ങിനിടെ 43 പേർ മുങ്ങി മരിച്ചു. ജീവിത് പത്രിക ഉത്സവ ചടങ്ങിന്റെ ഭാഗമായി പുഴയിൽ കുളിക്കാനിറങ്ങിയവരാണ് മുങ്ങി മരിച്ചതെന്ന് ബീഹാർ സർക്കാർ. തമിഴ്നാട്ടിൽ ക്ഷേത്രമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ 70-കാരനായ പൂജാരി അറസ്റ്റിൽ. തേനി സ്വദേശി തിലകരാണ് അറസ്റ്റിലായത്. മുംബൈയിലെ കനത്ത മഴയിൽ ഓടയിൽ വീണ് ഒരു സ്ത്രീ മരിച്ചു. 45-കാരിയായ വിമൽ അനിൽ ഗെയ്ക്വാദാണ് മരിച്ചത്. അന്തേരി ഏരിയയിലാണ് സംഭവം. ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ ബലാത്സംഗം ചെയ്യുകയും അവരുടെ 12 വയസ്സുള്ള മകളോട് ലൈംഗിക അതിക്രമം കാട്ടുകയും ചെയ്ത BJP നേതാവ് അറസ്റ്റിൽ. ഉത്തരാഖണ്ഡിലെ BJP നേതാവ് മുകേഷ് ബോറയാണ് അറസ്റ്റിലായത്. വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന ശേഷം മൃതദേഹം ചാക്കിൽ കിട്ടി ഉപേക്ഷിച്ച സംഭവത്തിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ച് കോടതി. കുറ്റവാളിക്ക് നൽകുന്ന ദയ നിഷ്കളങ്കരോടുള്ള ക്രൂരതയാകുമെന്ന ആദം സ്മിത്തിന്റെ വാക്കുകളും കോടതി വിധി പ്രസ്താവനയിൽ ഉദ്ധരിച്ചു. അരുണാചലിലും നാഗാലാൻഡിലും അഫ്സ്പ 6 മാസത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. ക്രമസമാധാന നില അവലോകനം ചെയ്ത ശേഷമാണ് 6 മാസത്തേക്ക് കൂടി നീട്ടിയത്. ജനവാസ മേഖലയിൽ ഭീഷണി ഉയർത്തിയ പുള്ളിപ്പുലിയെ പിടികൂടാൻ സ്ഥാപിച്ച കെണിയിൽ നിന്ന് ആടിനെ മോഷ്ടിച്ച് കള്ളന്മാർ. ഉത്തർപ്രദേശിലെ ബിജ്നോറിലാണ് സംഭവം. ഇതുവരെ 25-ലധികം ആളുകളാണ് മേഖലയിൽ പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കഫിയ ധരിച്ചതിന് ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് പുരസ്കാരം നിരസിച്ച് പുജുംബ ലാഹിരി. ക്യൂൻസിലെ നൊഗുച്ചി മ്യൂസിയം നൽകുന്ന 2024 ഇസാമു നൊഗുച്ചി പുരസ്കാരമാണ് ജുംബ ലാഹിരി നിരസിച്ചത്. ലബനനിൽ അമേരിക്കയും സഖ്യരാജ്യങ്ങളും മുന്നോട്ടുവച്ച വെടിനിർത്തൽ നിർദ്ദേശം തള്ളി നെതന്യാഹു. ഹിസ്ബുള്ളയുമായുള്ള സംഘർഷത്തിൽ വെടിനിർത്തലിനുള്ള US ഫ്രഞ്ച് നിർദ്ദേശത്തോട് തന്റെ സർക്കാർ പ്രതികരിച്ചിട്ടില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. ചൈനയിൽ യുദ്ധ ഡ്രോണുകളുടെ രഹസ്യ നിർമ്മാണ പദ്ധതിയുമായി റഷ്യ. ഡ്രോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ തങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ടെന്ന് വൈറ്റ് ഹൌസിലെ ദേശീയ സുരക്ഷാ കൗൺസിൽ.
തായ്വാൻ കടലിടുക്കിലൂടെ ആദ്യമായി സഞ്ചരിച്ച് ജപ്പാൻ യുദ്ധക്കപ്പൽ. ദക്ഷിണ ചൈന കടലിലെ സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്ന കപ്പലെന്ന് റിപ്പോർട്ട്. ഇസ്രയേലിനെതിരെ മുന്നറിയിപ്പുമായി ഫ്രാൻസ്. സിവിലിയന്മാരെ സംരക്ഷിക്കാനും മേഖലയിൽ യുദ്ധം വ്യാപിപ്പിക്കുന്നത് തടയാനും നയതന്ത്ര തലത്തിൽ പരിഹാരം കാണണമെന്നും ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. കാലിഫോർണിയയിൽ ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ വിദ്വേഷ വാക്കുകളുമായി ചുവരെഴുത്ത്. 10 ദിവസത്തിനുള്ളിൽ യുഎസിലെ രണ്ടാമത്തെ സംഭവമാണിതെന്നും ഹിന്ദുക്കൾ മടങ്ങിപ്പോവുക എന്നെഴുതി ക്ഷേത്രത്തെ അപമാനിച്ചതായും ബാബ്സ് അധികൃതർ. ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമെന്ന പ്രത്യേകതയ്ക്കായി ഒരുങ്ങി ബെക്താഷി. വത്തിക്കാനേക്കാൾ ചെറിയ രാജ്യമായിരിക്കും ബെക്താഷി. സോവറിൻ സ്റ്റേറ്റ് ഓഫ് ബെക്താഷി ഓർഡർ എന്നായിരിക്കും രാജ്യത്തിന്റെ പേര്. വെറും 27 ഏക്കർ മാത്രമായിരിക്കും വിസ്തൃതി. കോടികൾ മുടക്കി ചൈനയിൽ നിന്ന് എത്തിച്ച 2 ഭീമൻ പാണ്ടകളെ തിരിച്ചയക്കാൻ ഒരുങ്ങി ഫിൻലാൻഡ്. പരിപാലന ചെലവ് താങ്ങാനാവാതെയാണ് പാണ്ടകളെ തിരിച്ചയക്കുന്നത്. ഇതിനകം 88 കോടി രൂപ പാണ്ടകൾക്കായി മൃഗശാല ചെലവഴിച്ചു കഴിഞ്ഞു. വയനാടിനെ പുനർനിർമ്മാണത്തിനായി റിയാദ് കേളി കലാ സാംസ്കാരിക വേദി 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് കൈമാറി. കേളി സെക്രട്ടറി സുരേഷ് കണ്ണപുരം, കേളി രക്ഷാധികാരി മുൻ സെക്രട്ടറി KR ഉണ്ണികൃഷ്ണൻ, സതീഷ് കുമാർ, അനിൽ കേശവപുരം എന്നിവർ ചേർന്ന് ഡ്രാഫ്റ്റ് മുഖ്യമന്ത്രിക്ക് കൈമാറി. ഷാർജ എക്സ്പോ സെന്ററിൽ അരങ്ങേറുന്ന മാസ് വൈബ്സ് 2024 ബ്രോഷർ പ്രകാശനം ചെയ്തു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര ചലച്ചിത്ര പിന്നണി ഗായകൻ അതുൽ നറുകരയ്ക്ക് നൽകി ബ്രോഷർ പ്രകാശനം ചെയ്തു. ഷാർജ സ്രോതസിന്റെ വാർഷിക കുടുംബ സംഗമം അജ്മാൻ കൾച്ചറൽ സെന്ററിൽ വെച്ച് നടന്നു. സ്രോതസ് കുടുംബാംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ അരങ്ങേറി. പൊതുസമ്മേളനം മാത്തുക്കുട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.